അന്തർജാലങ്ങളുടെ പത്രിപ്പൂത്തതല്ല പത്തവർക്കും സന്തോഷം. കേരള ജനസമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസഞ്ചയമാണ് 37 ഗോത്രജന വിഭാഗങ്ങളിലൂടെ അധിവസിച്ചു വരുന്ന 4.5 ലക്ഷം ജനസംഖ്യയുള്ള ആദിവാസി സമൂഹം. ഇതിൽ 19,000-ഓളം ജനസംഖ്യ വരുന്ന മുതുവാൻ ഗോത്രവിഭാഗം ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിബിഡ വനങ്ങളിൽ ജീവിച്ചു വരുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖല, കോതമംഗലം താലൂക്കിൽ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്. പെരിയാറിനെ ജലസമൃദ്ധിയാൽ പരിപോഷിപ്പിച്ചു വരുന്ന ഇടമലയാറിൻ്റെയും കുട്ടമ്പുഴയുടെയും വൃഷ്ടിപ്രദേശങ്ങളായ പൂയംകുട്ടി വനമേഖല. ഇവിടെ 14 കോളനികളിലായി 1300 മുതുവാൻ ഗോത്ര കുടുംബങ്ങൾ കാടിനോടും കാട്ടുമൃഗങ്ങളോടും ഇണങ്ങിയും പിണങ്ങിയും ജീവിച്ചു വരുന്നു.
കേരളത്തിൽ ഏറ്റവും ഉയർന്ന വനപ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ നൈപുണ്യമുള്ള ആദിവാസി സമൂഹമാണ് മുതുവാൻ ഗോത്രം. ദുർഘടമായ ആവാസ മേഖലകളിൽ സ്വയം ഉൽപ്പാദിപ്പിച്ചും ശേഖരിച്ചും ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നവർ. നിങ്ങൾ വിവരത്തിൽ കേൾക്കില്ല സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ആവാസ വ്യവസ്ഥയിൽ പൊതുസമൂഹം അടിച്ചേൽപ്പിച്ച നിയന്ത്രണങ്ങളിലും നിയമങ്ങളിലും നിറങ്ങളിലും പകച്ചുപോയ ഒരു ഗോത്രസമൂഹം. ഉണർവിൻ്റെ ചില പുത്തൻ നാമ്പുകൾ പച്ചത്തുരുത്തുകളായി ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നു. ഇവിടെ ഉറിയമ്പട്ടി കോളനി കുട്ടമ്പുഴ പഞ്ചായത്തിൽ 28 കിലോമീറ്റർ പഞ്ചായത്തിൽ നിന്നും വളരെ നിബിഡമായ ദുർഘടമായ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളനിയാണിത്. പക്ഷേ ഇവിടെ മുതുവാൻ സമുദായമാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇവർക്ക് ഈ ഹൈറേഞ്ച് രാജമല ഈ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുള്ള ഒരു ആദിവാസി സമൂഹമാണ് മുതുവാൻ സമുദായം. ഞാനിപ്പോൾ ഇവരുടെ ഇതിൽ വന്നപ്പോൾ ഇവിടെ വളരെയധികം സ്ഥലം തരിശായി കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവർക്ക് 5-6 ഏക്കറോളം ഓരോരുത്തർക്കും കൃഷിഭൂമി ഉള്ളതാണ്. ഇവരുടെ ഇതിൽ കണ്ടുവരുന്നത് ഒരു പോഷകാഹാരക്കുറവ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട്. ഇവരിപ്പോൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ അകലെയുള്ള റേഷൻ കടയും അതേപോലെ തന്നെ സർക്കാരിൽ നിന്ന് ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം വർഷാവർഷങ്ങളിൽ ചെയ്തു വരുന്ന ഭക്ഷ്യസഹായത്തിൻ്റെ ഒരു ഇതിലാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവരുടെ രീതിയിലുള്ള പാരമ്പര്യ കൃഷി ഇതിൽ വളരെ നല്ലൊരു രീതിയിലുള്ളൊരു കൃഷി രീതി ഇവിടെ ഉണ്ടെന്ന് ഇവരിലെ മൂപ്പന്മാരായിട്ടും നമ്മുടെ ഇതിലെ മുതിർന്ന ആൾക്കാരായിട്ട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതായത് ഇവിടെ നമ്മൾ അട്ടപ്പാടിയിലും മറ്റു ആദിവാസി സമൂഹങ്ങളെല്ലാം അനുവർത്തിച്ചു വന്നിരുന്ന ഒരു കൃഷി രീതി ഉണ്ട്. അതായത് ഒരു സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഇതിൽ നമ്മളിവിടെ പൊതുസമൂഹം നമ്മൾ കൃഷി രീതി മറ്റു പല സാധനങ്ങളും ഇത് ചെയ്യുന്ന സമയത്ത് ഈ സമൂഹം ഇത് ചെയ്തിരുന്നത് ഇത് ചീര, തിന, ചോളം, റാഗി, നെല്ല്, തുവര, അതായത് ഇവരത് ഒരു വളരെ സമീകൃതമായിട്ടുള്ളൊരു ഭക്ഷണക്രമമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ആർക്കും അത് കൊടുക്കുന്നില്ല. ഇത് വളരെ ജൈവ രീതിയിൽ വളരെ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്തെടുക്കുന്ന വിളകളാണിത്. ഈ ഉണർവ് തിരിച്ചറിഞ്ഞ് 2013-2014 വർഷം
പട്ടികവർഗ വികസന വകുപ്പ് ഉറിയംപെട്ടി വാരിയം കോളനികളിൽ ഒരു കാർഷിക പദ്ധതി രൂപകൽപ്പന ചെയ്തു. ഞങ്ങൾ ആദ്യം കാട കൊട്ടും, പിന്നെ തീയിടും. അത് കഴിഞ്ഞിട്ട് തീയിട്ട് വെച്ച് തെന കളയ്ക്കും. തെന കളയ്ക്കുമ്പോൾ തെന കഴിഞ്ഞിട്ട് പിന്നെ അരിമുടം കളയ്ക്കും. അരിമുടം കള കഴിഞ്ഞിട്ട് അഴിമുടം കളയ്ക്കും. അഴിമുടം കള കഴിഞ്ഞിട്ട് പെരുവാഴ കളയ്ക്കും. പെരുവാഴ കഴിഞ്ഞിട്ട് പിന്നെ തെന ഇളക്കാൻ പോകും. തെന എടുത്തിട്ട് ഞങ്ങൾ തെനയെല്ലാം ചവിട്ടി വീട്ടിൽ കൊണ്ട് കോട്ടപ്പറലിൽ കയറ്റും. കോട്ടപ്പറലിൽ ഇട്ടിട്ട് അവിടെ വെക്കുക. രണ്ടാമത് അരിമുട നെല്ലിന് പോകും. നെല്ലിറക്കും. നെല്ലറുത്തിട്ട് മുതിച്ച് അതും അതേ വീടി ഞങ്ങൾ വീണ്ടും വിരിപ്പിൽ നിന്ന് കാട്ടിൽ നിന്ന് കോട്ടപ്പറലിൽ കൊണ്ടിടും. കോട്ടപ്പറലിൽ കൊണ്ടിട്ട് അതിന് തിന്നില്ല, തിന്നാനാൾ വെക്കും. പിന്നെ അടിമുടം വരും. അടിമുടം വന്ന് അതും അറക്കാം. അറുത്ത് അതും കൊണ്ട് ഞങ്ങൾ കോട്ടപ്പറലിൽ കൊണ്ട് കയറ്റും. ഇട്ട് വെച്ച് പിന്നെ പെരുവായുണ്ട്. പെരുവായം അത് കണ്ടിച്ചിട്ട് അറയപ്പം മുറിയെല്ലാം കഴിഞ്ഞിട്ട് പയറ്റും കഴിഞ്ഞ് കയറ്റും. കയറ്റിയിട്ട് വട്ടി കൊണ്ട് കയറ്റി കോട്ടപ്പറലിൽ കൊണ്ട് കയറ്റി വെക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിലമൊരുക്കുന്നു. വിതയടകൻ അഥവാ ചീര, തിന, ചോളകം അഥവാ ചോളം, കോറാൻ അഥവാ റാഗി, പോത്തൻകായ് അഥവാ തുവരപ്പരിപ്പ്, പെരുവായ എന്ന കരനെല്ലും ചേർന്ന സമഗ്രമായ ഒരു സമ്മിശ്ര കൃഷി. കാട് വെട്ടാൻ പോലില്ല. കാടൊക്കെ വെട്ടണം, നെല്ല് പതിക്കണം, തെന പതിക്കണം. ആദ്യം തെന പതിച്ച് കഴിഞ്ഞ് അരിമോടും കളച്ച് പിന്നെ തെന വളയിൻ്റെ കുരിമാടം കുത്തണം. കുരിമാടൊക്കെ കുത്തിക്കഴിഞ്ഞ് നെല്ല് കുരിയിൽ പാക്കണം. ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് ഇനിയും കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും കൃഷി ചെയ്യും. ഇതേമാതിരി തന്നെ നമ്മൾ വതയ്ക്കാം, ഇട്ട് നെല്ല് അറക്കാം, ഞങ്ങൾ മെതിക്കും. ഞങ്ങൾ കുറുമ്പിൻ്റെ പറഞ്ഞ കോറാൻ അരയ്ക്കാം. ഞങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേമാതിരിയുള്ള കാട്ടിലെ ഈ പുതുവിരിപ്പ് വിലയുള്ള കാട്ടിലിട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ചെയ്യാൻ വതച്ച് കിളച്ച് അറുത്ത് എല്ലാം ആലവീട് കെട്ടിക്കളിഞ്ഞ് ഞങ്ങളെല്ലാം വെക്കും. വിവിധ കാലങ്ങളിൽ അതാത് വിളവെടുപ്പുകൾ. പ്രധാന വിളകളായ കോറാൻ അഥവാ റാഗി, കരനെല്ല് എന്നിവ വിളവെടുത്ത് കൃഷിയിടങ്ങളിൽ ഒരുക്കുന്ന ആലകളിൽ സൂക്ഷിച്ചുപയോഗിക്കുന്നു. വർഷം മുഴുവനും ലഭിക്കുന്ന വിവിധതരം ധാന്യങ്ങളാൽ നിറയുന്ന ആലകൾ. ഞാനൊക്കെ ചെറുപ്പം മുതലുള്ള ഈ കൃഷി കഴിഞ്ഞാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ടാണ് കൃഷി ഇല്ലാത്തത്. നെല്ല് കുറച്ച് കൊയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ ഇട്ടെറിഞ്ഞ് പിന്നെ കാട്ടിലേക്ക് പോകും. ഇത് നെല്ലിനൊക്കെ കൊണ്ട് ഒരു കീർമാടം കെട്ടി കൊണ്ട് ശേഖരിക്കും. ഞങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞ് പിന്നെ കാട്ടിൽ പോകും. വന ഉൽപ്പന്നം എടുത്ത് തിന്നാൻ വേണ്ടി കൂവ, ആയത്തം പന, കാട്ടുതേങ്ങ ഒക്കെ മാന്തി തിന്ന് 1-2 മാസം അങ്ങനെ ഈ നെല്ലിൽ തൊടില്ല. നെല്ല് ശേഖരിച്ച് വെച്ചിരിക്കും. അത് പിന്നെ വിരിപ്പ് കാട് വെട്ടുമ്പോൾ മാത്രമേ ഇത് എടുക്കാൻ വരുള്ളൂ. അവിടെ അതുവരെ തന്നെ കാട്ടിൽ തിന്നെ കിടക്കും നെല്ല് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാട്ടിൽ കാട് വെട്ടി കഴിഞ്ഞ് തീ വെച്ച് കഴിഞ്ഞാണ് പിന്നെ കരിച്ചോറ് പറ്റും. കാരണന്മാർക്ക് കൊടുക്കും. കാരണന്മാർക്ക് കൊടുത്ത ശേഷം ഒരു പിടി നെല്ലെടുത്ത് പതിച്ച് അന്ന് അതുകൊണ്ട് നിർത്തും. പിന്നെ 1-2 ദിവസം കഴിഞ്ഞാണ് വിത്ത് പതിക്കുന്നത്. എല്ലാ വിത്തും അടക പതിക്കും, പിന്നെ തെന പതിക്കും, എല്ലാം ചെയ്യും. പിന്നെ ഇതുപോലെ കിടന്ന കാടൊക്കെയാണ് ഞങ്ങൾ വെട്ടിക്കളിച്ചത്. ഫോറസ്റ്റുകാർ തടസ്സമായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വെട്ടുന്നില്ല. ഈ കൊല്ലം ഊരുകൂട്ടത്തിൽ കൂടി ഞങ്ങൾ ഈ TOSR ഞങ്ങളൊക്കെ കൂടി തീരുമാനിച്ച് ഈ കൊല്ലം സർക്കാരിൽ നിന്ന് ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് താമസം വന്നു. 7 മാസം വിതച്ചതാണ്. ഈ മേടത്തിലേ വെട്ടാൻ പറ്റുള്ളൂ. മേടത്തിൽ വെട്ടി കഴിഞ്ഞപ്പോൾ ഇടപ്പതിക്ക് വയ്ക്കാൻ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ കൊയ്യൻ്റെ സമയമായി വരുന്നു. നെല്ല് ഇതിപ്പോൾ കൊയ്യൻ്റെ സമയമാകുന്നത്. നേരത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൊയ്യാം. കോറാൻ സൈഡിൽ പറയണം. ഈ സൈഡിൽ കളിച്ചാലേ നെല്ല് നടക്ക് വരണം. ഈ അത് ചേച്ചി എന്നാ പറഞ്ഞ അക്ക. ഞങ്ങൾ ഭാഷയിൽ പറഞ്ഞ നെല്ല് അനീത്യം കോറ അക്കയം. സൈഡിൽ കോറാൻ കിടക്കുമ്പോൾ നെല്ല് പേടിക്കണ്ട. അതാണ് ഞങ്ങൾ കാരണന്മാരെ ശരിക്കും പഠിപ്പിച്ചത്. ഞങ്ങളെ വിളയാക്രമിക്കുന്ന ചെറുജീവികളെ പാരമ്പര്യ രീതികളിൽ കെണിവെച്ച് വീഴ്ത്തൽ. ഈ കെണി വെച്ചിരിക്കുന്നത് ഞങ്ങളെ കൃഷി നെല്ലും കോറാനും തിന്നാതിരിക്കാൻ വേണ്ടി
കൂരാനും കോഴിയും എലിയും തിന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കെണി വച്ചിരിക്കുന്നത്. കൃഷി നശിപ്പിക്കാൻ വരുന്ന കൃഷികളും പിന്നെ പച്ചക്കറി സാധനങ്ങൾ നശിപ്പിക്കാൻ വരുന്ന എലിയും കൂരനും കാട്ടുകോഴിയും കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ അങ്ങനത്തെ ഒഴുക്കെന്ന് പറയും, ഞങ്ങൾ ഒഴുക്ക് നടക്കുന്ന സാധനം എലി കൂരൻ കോഴി നടക്കുന്നത് ഞങ്ങൾ ഒഴുക്കെന്ന് പറയും. അപ്പോൾ ആ ഒഴുക്കിൽ കൂടി ഇങ്ങനെ കെണി വെക്കും, ഇങ്ങനെ തറച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് എന്നിട്ട് ആ തുളയിൽ കൂടി മാത്രമേ വരുള്ളൂ സ്ഥലങ്ങളിൽ ഒഴുക്കിൽ കൂടി. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സാധനം കഴുത്തിടുമ്പോൾ വലിയ ഇങ്ങനെ താഴോട്ടിടിക്കും ഇങ്ങനെ, അപ്പോൾ കഴുത്ത് ഇങ്ങനെ പിടിക്കും. പൂർണ്ണമായും ജൈവകൃഷി രീതിയാണ് ഇവരുടേത്. ജലസേചനമില്ല, രാസവളമില്ല, കീടനാശിനിയില്ല. മഴക്കാടുകളിൽ എപ്പോഴും സമൃദ്ധമായ മഴവെള്ളം മാത്രം. നിലമൊരുക്കുമ്പോൾ അടിക്കാട് വെട്ടിക്കത്തിക്കുന്ന ചാരം മാത്രമാണ് വളം. കൃഷി ഒരു 10 വർഷമായിട്ട് ഇപ്പം ഞങ്ങളിവിടെ ചെയ്തിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി TSR കയറി വരികയും പ്രൊമോട്ടർ കയറി വരികയും പിന്നെ ഞങ്ങളിവിടെ കുടിയിലുള്ള കാണിക്കാർ 2 പേരും പിന്നെ കൂടി ആളുകളും കൂടി മൂപ്പനും കൂടി എല്ലാവരും കൂടി തീരുമാനിക്കുകയും അങ്ങനെ കമ്മിറ്റി കൂടി ഒരു പൊതുയോഗം വെച്ച് കൂടുകയും പിന്നെ ഞങ്ങൾ സാർ ഞങ്ങളടുത്ത് ചോദിച്ചായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഈ 10 വർഷം കൊണ്ട് നെൽകൃഷി ഒന്നും മറ്റ് കൃഷികളൊന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ സാറ് സർക്കാർ അവിടെ സാറിൻ്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് കാശ് ഞങ്ങൾ 20 പേർക്ക് അനുവദിക്കുകയും ആ 20 പേര് ഇവിടെ നെൽകൃഷി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇനിയും കുടിയിലുള്ളവർക്ക്